എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആട്ടോ ഇത്. കൂടാതെ ഞാൻ ഇതിനകത്ത് ഒരു ബുക്ക് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, എനിക്കൊരു ഡയറി വേണമായിരുന്നു. അപ്പോൾ ഇനി പേപ്പറൊക്കെ വാങ്ങിച്ച് അത് വെട്ടിക്കണ്ടിച്ച് ഒട്ടിച്ചൊരു ബുക്കാക്കി എടുക്കാനുള്ള ടൈമും ഇല്ല, ഒരു ക്ഷമയും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാ കഷ്ടപ്പെടുന്നത്, നമ്മൾ നോർമൽ ഒരു 30-35 രൂപയുടെ ബുക്ക് മേടിച്ചിട്ട് അതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബുക്ക് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു, അതിൻ്റെ കട്ടി കുറവായതുകൊണ്ട് ഞാൻ അതിന് രണ്ടാക്കി മടക്കി സാധാരണ നമ്മുടെ ബുക്ക് പൊതിയുന്ന പോലെ ഒന്ന് പൊതിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ വീഡിയോ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് എസ്തെറ്റിക് ആക്കാൻ നോക്കിയതാണ്. ആയോ എന്നറിയില്ല, എന്തായാലും നിങ്ങൾ ലാസ്റ്റ് പറയട്ടോ ആയോ ഇല്ലോന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഗീവ് അവേയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ 5K ഫാമിലി അതിൻ്റെ സെലിബ്രേഷൻ ആയിട്ടാണ് നമ്മൾ ഗീവ് അവേ നടത്തിയിരുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ഗീവ് അവേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും 1 മന്താണ് ഗീവ് അവേ കണ്ടക്ട് ചെയ്തിരുന്നത്. നമ്മൾ ഈ മാസം 15-ാം തീയതി കൊണ്ട് ക്ലോസ് ചെയ്തു. നമ്മൾ ഗീവ് അവേയുടെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 പേരെയാണ് വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ടോപ്പിലുള്ള ഐ ബട്ടണിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഗീവ് അവേയും കഴിഞ്ഞ് ഇനി തേർഡ് ഗീവ് അവേയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 10K ആകുമ്പോൾ അതിൻ്റെ സെലിബ്രേഷനായിട്ട് നമ്മുടെ തേർഡ് ഗീവ് അവേ നടത്തുന്നതായിരിക്കും. പിന്നെ കൂടാതെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ മാസവും ഒരു മന്ത്ലി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഒത്തിരി വീഡിയോ പറഞ്ഞതാണ്. എങ്കിലും നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം വേറൊന്നുമില്ല, ആകെ 2 ക്രൈറ്റീരിയാസ് ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്, നമ്മൾ ഓരോ മാസം ഇടുന്ന ലോങ് വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ റാൻഡമായിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ മന്ത്ലി ഗിഫ്റ്റ് എന്നുള്ള നമ്മൾ എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഇനി അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 10K ആകുമ്പോൾ നമ്മൾ അടുത്ത ഗീവ് അവേ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാകണം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങൾ കമൻറ്റും ചെയ്യാം. ഓക്കെ, അങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വിന്നറെ അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ അൽഷിഫ ഷിഫയാട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് വിന്നർ അനൗൺസ് ചെയ്യാം. സെക്കൻഡ് വിന്നർ അഫ്ല ഹഫ്ലു ആട്ടോ. ആൻഡ് ദ തേർഡ് വിന്നർ ഈസ് സീനത്ത് നിസാർ. അപ്പോൾ ഇവർ 3 പേരും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ബയോ കൊടുത്തേക്കുന്ന മെയിൽ ID വഴിയോ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോൺ നമ്പറും നിങ്ങളുടെ ഫുൾ അഡ്രസ്സും വിത്ത് പിൻകോഡ് നമുക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും അധികം താമസിക്കാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ 3 പേരിൽ ആരെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ആളെ അനൗൺസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ നമ്മുടെ പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഷോർട്സ് ഇടുമ്പോൾ അതിനകത്ത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഗീവ് അവേ മന്ത്ലി ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി അങ്ങനെ വലുതാവുന്നതനുസരിച്ച് നമ്മുടെ ഗീവ് അവേയും അതുപോലെ ഗിഫ്റ്റുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞ് ഇത് നമ്മുടെ ഒരു ഡയറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കൂടി ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.